ഹലോ ഗൈസ്, ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്കിന്ന് അങ്കമാലി സ്റ്റൈൽ മാങ്ങക്കറി നോക്കിയാലോ. അപ്പോൾ നമുക്കിത് സവാളയും വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും വേപ്പിലയും എല്ലാം സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. മുളകും ഇനി നമുക്ക് സ്പൈസസ് ആഡ് ചെയ്യാം. മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയാണ് അത്യാവശ്യം വേണ്ടത് കേട്ടോ. ഒരു 2 സ്പൂണെങ്കിലും മല്ലിപ്പൊടി വേണം. 2-2.5 സ്പൂണോ മല്ലിപ്പൊടി ആക്കാം കേട്ടോ. പിന്നെ അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് മുളക് പൊടിയും ഒരു 2 സ്പൂൺ, കുഴപ്പമില്ല, മുളകാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെയാവാം. ഇതിൽ മുളക് പൊടിയും ഉണ്ട്, മുളകും ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ആവശ്യത്തിന് ഉപ്പ്, എന്നിട്ട് നമ്മൾ അതിൻ്റെ മേലേക്ക് നമ്മൾ കുറച്ച് വിനീഗറും പിന്നെ വെളിച്ചെണ്ണയും നമ്മൾ ഒഴിക്കും കേട്ടോ. അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഒത്തിരി കൂട്ടുന്നത്. ഇനി നമ്മളത് നല്ലപോലെ മിക്സ് ചെയ്യുക. മിക്സിങ്ങിലാണ് കുറച്ചും കൂടെ ടേസ്റ്റ് നമുക്ക് ഇത്തിരി കൂടെ എൻഹാൻസ് ചെയ്യിക്കുന്നത്. അപ്പോൾ നല്ലപോലെ അത് മിക്സ് ചെയ്ത് നല്ലോണം തിരുമ്മി ആ ഒരു സവാളയുടെ സെൻസൊക്കെ അതിലാവുന്ന വരെ നല്ലപോലെ മിക്സ് ചെയ്യുക. അങ്ങനെ നല്ലപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് അരിഞ്ഞ് വെച്ചേക്കുന്ന മാങ്ങയും അതിലേക്ക് ഇടാം. അമ്മ അതിൽ പുളിയൊക്കെ കളഞ്ഞിട്ടാട്ടോ മാങ്ങ സെറ്റാക്കിയത്. പുളിയൊക്കെ നമ്മൾ ഒരു തിളപ്പിച്ച് വെച്ചേക്കുന്ന വെള്ളത്തിൽ കുറച്ച് ഉപ്പിട്ട് നമ്മൾ നല്ലോണം പുളി കളയണം കേട്ടോ. എന്നിട്ട് ആ പുളി കളഞ്ഞ മാങ്ങയും ഇതിൽ മിക്സ് ചെയ്തിട്ട് നല്ലപോലെ അതൊന്ന് തിരുമ്മി സെറ്റാക്കി വയ്ക്കുക. എന്നിട്ട് നമ്മളിനി അടുത്ത് ചെയ്യാൻ പോകുന്നത് തേങ്ങാപ്പാൽ. നമ്മൾ 2-ാം പാൽ 1-ാം പാൽ അങ്ങനെ നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതാണ് 1-ാം പാൽ ആദ്യം നമ്മൾ ഒഴിക്കുക. എന്നിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 2-ാം പാൽ തയ്യാറാക്കുക. 2-ാം പാലും അതിലേക്ക് ഒഴിക്കുക. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. കൈ നല്ലോണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വേണം കേട്ടോ ഇതൊക്കെ ചെയ്യാൻ. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമ്മൾ അത് അടുപ്പത്ത് വയ്ക്കാം. തീ സിമ്മ് കുറച്ചാക്കണമെന്നില്ല, നല്ലപോലെ ഹൈ ഫ്ലെയിമിൽ തന്നെ നമുക്ക് തിളപ്പിക്കാൻ വയ്ക്കാം. നല്ലപോലെ തിളച്ച് ആ ഒരു കളറും കാര്യങ്ങളൊക്കെ മാറുന്ന വരെ നമുക്ക് തിളപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതേ തിളപ്പിക്കുന്ന ആ ഒരു സമയത്ത് ഒരു ഇതാണ് കാണുന്നത്. അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടല്ലോ. പിന്നെ അതേ നമ്മൾ കാച്ചിയെടുത്തു. വെറുതെ വെളിച്ചെണ്ണയും കടുകിട്ട് നമ്മൾ ജസ്റ്റ് കാച്ചിയെടുത്തു. എന്നിട്ടത് അതിലേക്ക് മിക്സ് ചെയ്തു. ഇതാണ് നമ്മുടെ അങ്കമാലി സ്റ്റൈൽ മാങ്ങക്കറി. എങ്ങനെയുണ്ട് ഗൈസ്? ഇഷ്ടമായോ? നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. എൻ്റെ ഒരു സ്പെഷ്യൽ അമ്മയുടെ ഡിഷാണിത്. നല്ല ടേസ്റ്റ് ഉണ്ട്. അതും പപ്പടവും ഒക്കെ കൂട്ടി ഞാനൊരു പിടിച്ചു. അപ്പോൾ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും നന്ദി. അപ്പോൾ ഇന്ന് ഇത്രയുള്ള ഗൈസ്, നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.